മാറ്റുരയ്ക്കുന്ന അറിവും വിവേകവും ഒന്നിക്കുന്ന ഞങ്ങളുടെ ഈ ഒരു അരങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്ം ടു RG Media 360 presents YXO കേരള. കഴിഞ്ഞ കുറേ എപ്പിസോഡ്സ് ആയിട്ട് വാശിയോടെ വീറോടെ പൊരുതുന്ന രണ്ട് ജനറേഷൻസിനെ നമ്മൾ ഈ ഒരു വേദിയിൽ കാണാറുണ്ട് അല്ലേ. ഒരുപാട് എപ്പിസോഡ്സിൽ നമ്മുടെ വൈറ്റ് ടീം വിജയിക്കാറുണ്ട്, പക്ഷെ അവരെ കടത്തിവെട്ടി അവരെക്കാൾ എനർജിയിൽ വൈബിൽ നമ്മുടെ O ടീം എത്തി പെർഫോം ചെയ്യാറുണ്ട്. സോ അങ്ങനെ എന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മുകളിലായിട്ടാണ് ഈ ഒരു വേദിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും ജീവൻ TV-യിലൂടെ ഞങ്ങളുടെ ഈ ഒരു കണ്ടന്റ് ഇത്ര നന്നായിട്ട് റിസീവ് ചെയ്തതിൽ. അപ്പോൾ ഇതിലേറെ നല്ല കാഴ്ചകളുമായിട്ടൊക്കെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങാനായിട്ട് ഞങ്ങളുടെ രണ്ട് ടീംസ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ പഴമയുടെ നന്മകളെല്ലാം തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു വേദിയിലേക്ക് എത്തുന്ന ഞങ്ങളുടെ O ടീമിനെ കണ്ടാലോ? റെഡി? സോ ലെറ്റ്സ് വെൽക്കം ദ ടീം O. ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന ജനറേഷനിൽ ഇന്ന് മാറ്റുരയ്ക്കാൻ എത്തുന്ന 3 പേരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവർ ആരൊക്കെയാണ്, ഇവരെന്താണ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളുമായിട്ട് ഇന്ന് കിടപിടിക്കാൻ വരുന്ന ആ 3 ചുറുചുറുക്കളും ഞങ്ങളുടെ Y ജനറേഷനെ ഞങ്ങൾ സ്വാഗതം ചെയ്തോട്ടെ സാറേ? റെഡിയാണ്. സോ ഞങ്ങളുടെ ഇന്നത്തെ RG Media 360 presents YXO കേരളയുടെ വേദിയിലേക്ക് എത്തുന്നു ദ ടീം Y. എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം രണ്ട് സൈഡും ഈക്വൽ വൈബാണ് എനിക്കിങ്ങനെ റെസിപ്രൊക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായാലും സാറിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. സർ, എന്താണ് ചെയ്തിരുന്നതൊക്കെ നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ അധ്യാപകനായിരുന്നു. ഓക്കെ. വൈഫും അധ്യാപികയായിരുന്നു. പെൻഷനായി. ഞാനും പെൻഷനായതിനു ശേഷം ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ 10-12 വർഷമായിട്ട് പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയാണ്. ചൈൽഡ് വെൽഫെയർ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കൊരു മോനുണ്ട്. ഇല്ല, ഫുൾ യെസ് ഓഫ് കോഴ്സ്. മാത്തമാറ്റിക്സ് ആയിരുന്നു. ക്ലാസ് PG വരെയുള്ള ക്ലാസ് എടുത്തോണ്ടിരുന്നു. PG വരെയുള്ള ക്ലാസ്. എൻ്റെ അമ്മോ, കാരണം PG എന്നൊക്കെ പറയുമ്പോൾ വലിയ കുട്ടികളാണ്, വലിയ ചേട്ടന്മാരും ചേച്ചിമാർക്കൊക്കെ ക്ലാസ് എടുത്തോണ്ടിരുന്ന അധ്യാപകനാണ്. മാഡം ഏതായിരുന്നു സർ? സ്കൂളിൽ അധ്യാപികയായിരുന്നു. ഏതായിരുന്നു സബ്ജക്ട്? എക്കണോമിക്സ് ആയിരുന്നു. സാർ നിങ്ങൾ തമ്മിൽ അങ്ങനെ സ്കൂളിൽ വെച്ചെല്ലാം കണ്ടുമുട്ടിയതാണ്? അല്ല, വൈഫിന്റെ വീട് ചെന്നിത്തലാണ്, എന്റെ വീട് ഇവിടെ പരിശുവിക്കൽ ഉദയംകുളങ്ങരയ്ക്ക് അടുത്ത. ഉദയംകുളങ്ങരയാണ്. രണ്ട് സ്ഥലത്താണ്. രണ്ട് സ്ഥലത്തായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരുമിച്ച് രണ്ടുപേരും നിൽക്കുകയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. മാത്തമാറ്റിക്സ്, കാരണം എന്റെ അമ്മ ഒരു മാത്സ് ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നും. അതിലുപരി ഇവിടെ വന്നിട്ടുള്ള എന്റെ സ്റ്റുഡന്റ് കൂടെയാണ്. വന്നിട്ടുണ്ട്. സാറിന്റെ സ്റ്റുഡന്റ് ആണോ ഇത്? അതെ. ചർമ്മം കണ്ടാ പ്രായം തോന്നിക്കുന്നില്ല. ഏത് വർഷമായിരുന്നു സാർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മാഡത്തിനെ? സാറ് 86 പ്രീ ഡിഗ്രി മാത്സ് സാറായിരുന്നു. എൻ്റെ മാത്സ് സാറായിരുന്നു. ഭയങ്കര ദേശീയക്കാരനായിരുന്നു? അല്ലല്ല, സാറ് നന്നായി പഠിപ്പിക്കുന്ന സാറാണ്. ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. കാരണം എൻ്റെ അമ്മയും മാത്സ് ടീച്ചറായിരുന്നു. അപ്പോൾ ഞാനും മാത്സ് നന്നായി പഠിക്കുന്ന കുട്ടി. സാറിന് അന്ന് മുതൽ ഇത്ര 35 വർഷം കൊണ്ട് സാറിനെ എപ്പോൾ കണ്ടാലും ഞങ്ങൾ വളരെ നല്ല അടുത്ത ഒരു വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ്. ഇതെന്താണല്ലേ, മാത്സിന്റെ ഒരു അംഗമാണ് ഈ വേദിയിൽ നടക്കുന്നത്. പേടി തോന്നുന്നുണ്ടോ? പേടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പോകാനുള്ള അവസരം ഇനിയില്ല. ഞങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് കളിച്ചാലേ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷനും ഇല്ല നമുക്ക്. ഓക്കെ, മാമിന്റെ പേര്? എൻ്റെ പേര് രതി ചന്ദ്രശേഖർ. ഞാൻ ഹൗസ് വൈഫ് ആയിരുന്നു. ഇപ്പം ഞാൻ SBI ലൈഫ് ഇൻഷുറൻസിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്. എൻ്റെ എനിക്കൊരു മോനേ ഉള്ളൂ. മോൻ എഞ്ചിനീയറാണ്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ഞാൻ ബ്ലെസ്ഡ് ആണ്. എൻ്റെ സാറിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ബ്ലെസ്ഡ് ആണ്. അത് ശരിക്കും ഇങ്ങനെ പ്രതീക്ഷയെ കാണില്ല. കാരണം 86 പ്രീ ഡിഗ്രിക്കൊക്കെ പഠിപ്പിച്ചിട്ട് ഇവിടെ ഒരു ഗെയിം ഷോയിൽ സാറും കുട്ടിയും കൂടെ, സ്റ്റുഡൻറ്റും സാറും തമ്മിൽ ഒരുമിച്ച് ഒരു ടീമിന് വേണ്ടി പ്ലേ ചെയ്യാൻ പോവുകയാണ്. So I am very blessed and so happy. ഞങ്ങൾ ഇങ്ങനെ very happy. സാറിന്റെ ഏറ്റവും മാത്സിൽ ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പം ട്രിഗ്നോമെട്രി ഉണ്ട്. സാറ് ട്രിഗ്നോമെട്രി സാറായിരുന്നു. സാറ് ട്രിഗ്നോമെട്രി ആണോ? സാറിനെ കണ്ടാലറിയാം ഒരു ട്രിഗ്നോമെട്രി ചായ ഉണ്ട് സാറിന്. എന്നാലും ട്രിഗ്നോമെട്രി ഒക്കെ കുറച്ച് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരത് എടുക്കത്തില്ല. അല്ല, ഞാനിപ്പോൾ സാറിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. കാരണം ബെല്ലടിക്കുന്ന ടൈം ആകുമ്പോൾ ഞങ്ങളെല്ലാം ബുക്ക് മടക്കി വയ്ക്കും. അപ്പോൾ സാറേക്ക് ഒരു സെക്കൻഡില്ലേ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പോവാം എന്ന് പറയും. കണ്ടോ എങ്ങനെയുണ്ട്? അന്ന് ഞങ്ങൾ കുട്ടികളായിരുന്നു. സാറായിരിക്കും നമുക്കൊന്ന് എന്ത് സാറ് എന്ന് ചിന്തിക്കും. പക്ഷെ ഇപ്പം നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ വിചാരിക്കും ശരിയാണ്, ഒരു സെക്കൻഡ് ഒരു സാറ് കളയില്ല. സെക്കൻഡിന്റെ വില അറിയുന്ന ഒരാളാണ് സാർ. എപ്പോഴും അങ്ങനെയാണത്. ഓക്കെ, അപ്പൊ നമുക്ക് ബസർ റൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ സെക്കൻഡിന്റെ വില കളയാതെ തന്നെ നമുക്ക് ബസർ അടിച്ചോണം. തീർച്ചയായിട്ടും. ഇനി മാമിലേക്ക് വരുമ്പോ? എൻ്റെ പേര് മഞ്ജു. ഞാൻ തിരുവനന്തപുരം ആനയറയിൽ നിന്ന് വരുന്നു. ആനയറയാണ്. എന്താണ് മാം ചെയ്യുന്നത്?
ഞാൻ സഹകരണ വകുപ്പിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ റിലയൻസ് ലൈഫ് ഇൻഷുറൻസിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എന്താ പറയുക, ഞങ്ങളുടെ ഇവിടെ വരുന്ന ഈ ജനറേഷൻ എന്ന് പറഞ്ഞ് വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ആരും തന്നെ ഇല്ല. സാറൊക്കെ 10 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ സാറ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള, കാരണം അങ്ങനെ ആക്റ്റീവായിട്ട് നമ്മൾ ഇരിക്കണം അല്ലേ. നമ്മൾ ഒരു രീതിയിലും എന്താ പറയുക, വിശ്രമ ജീവിതമൊന്നുമില്ല, ആനന്ദകരമായി തന്നെ നമ്മൾ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. മാമിൻ്റെ വീട്ടിൽ എനിക്കൊരു മകനാണുള്ളത്. അവൻ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ജോർജിയയിലെ കോക്കസസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഫൈനൽ ഇയർ ആയി. ജോർജിയയിലാണ്. ആദ്യം യുക്രൈനിലായിരുന്നു. അവിടെ 4th ഇയർ ആയപ്പോഴേക്കും വോർ വന്നു. അങ്ങനെ ട്രാൻസ്ഫർ അഡ്മിഷൻ എടുത്ത് ജോർജിയയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫൈനൽ സെമസ്റ്ററായി. ഹസ്ബൻഡ് 2018 പെട്ടെന്ന് ഹാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചുപോയി. ഹി വാസ് ഇൻ ദ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറായിരുന്നു. റിട്ടയർ ചെയ്ത് വന്ന് 3 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു പെട്ടെന്ന് അറ്റാക്ക് വന്ന്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. പേടിക്കണ്ട, ഇനിയിപ്പം ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മേക്ക് ചെയ്തിട്ടേ പോകത്തുള്ളൂ. കാരണം ഇത് അറിവിന്റെ മാത്രം വേദിയല്ല, സൗഹൃദത്തിന്റെ ഒരു വേദി കൂടിയാണ് സാറേ. അപ്പൊ എന്താണേലും 3 പേരുമായിട്ടാണ് നമ്മൾ ഇന്ന് കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. എത്രയോ വർഷത്തെ അധ്യാപന ജീവിതം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. ഇത്രയും കുഞ്ഞു മക്കളുമായിട്ട് ഇന്ന് കോമ്പീറ്റ് ചെയ്യാൻ എത്തുമ്പോൾ സാറിന്റെ മനസ്സിലുള്ള ഒരു വികാരം എന്താണ്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ കൊച്ചുമോളെ പോലെ ഇരിക്കുന്നുണ്ട് ആദ്യം കാണുന്ന കുഞ്ഞിന്. എൻ്റെ കൊച്ചുമോള് ഇവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കാണ്, പട്ടം കവിയിൽ. കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ കൊച്ചുമക്കൾ തന്നെയാണ്. കൊച്ചുമക്കളാണ്. വളരെ ഹാപ്പിയാണ്. ഐ എം സോ ഹാപ്പി എന്ന് പറഞ്ഞ് സാറേ വിട്ടുകൊടുക്കാനൊന്നും നിൽക്കണ്ട. ഇവിടെ വന്ന ആൾക്കാരൊന്നും തന്നെ ആ സിമ്പതി സെന്റിമെന്റ്സും കൊടുത്തിട്ടേ ഇല്ല. കാരണം ഗെയിം തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അതൊരു വാശിയാണ്. പിന്നെ പ്രായമൊന്നും ഇവിടെ ബാധിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഞാൻ ചോദിക്കുന്നു, ഭയം തോന്നുന്നുണ്ടോ ഇപ്പോ? മോള് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു ഉണ്ട്, ഭയം ഉണ്ട്. ആരെയാ ഇതിൽ ഭയക്കുന്നത് കൂടുതലായിട്ട്? സാറിന്. മാത്സ് സാറിനാണ് ഭയക്കുന്നത്. ഭയക്കണം നീ. കാരണം കണ്ടില്ലേ, ഈ നിൽക്കുന്നത് പോലും സ്റ്റുഡന്റ് ആണ് സാറിന്റെ. 1986. നീ എത്രയല്ല ജനിക്കുന്നേ? 2011 സാറ് ജനിക്കുന്നത് തന്നെ. അന്നൊക്കെ സാറ് റിട്ടയർ ആയെന്ന് തോന്നുന്നല്ലേ സാറേ? റിട്ടയർ ആയി. അപ്പൊ എങ്ങനെയാണ്, പേരെങ്ങനെയാണ് മോളുടെ? എൻ്റെ പേര് ദിനയ. എവിടെ നിന്നാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ശ്രീവരാഹത്ത് നിന്നാണ് വരുന്നത്. ശ്രീവരാഹത്ത്. ഓക്കെ, എവിടെയാ പഠിക്കുന്നത്? ഞാൻ NSS പെരുന്നാന്നി പബ്ലിക് സ്കൂളിലാണ്. എത്രാം ക്ലാസ്സിലാ? 7th. ഓക്കെ, എങ്ങനെയുണ്ട്? മാത്സ് എളുപ്പമാണോ പാടാണോ? പാടാണ്. അതാണ് മാത്സ് സാറിനെ കണ്ടപ്പോഴേ പോയി ഔട്ടായി ആള്. ഇനി മോനിലേക്ക് വരുമ്പോ? എൻ്റെ പേര് അനന്തു GS. അനന്തു എവിടുന്നാ? കമലേശ്വരത്തിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് ഏറ്റവും നിനക്ക് പാട് ഏതാ? മാത്സ് ആണോ, ഇംഗ്ലീഷ് ആണോ, മലയാളം ആണോ, സയൻസ് ആണോ? മാത്സ് ആണോ പാടിയത്? എന്താ സാറേ എല്ലാവർക്കും ഈ മാത്സ് ആണല്ലോ ഒരു മൊത്തത്തിൽ പ്രശ്നമാണല്ലോ, പ്രോബ്ലംസ് ആണല്ലോ മാത്സില്. വേറെ നിനക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം ഏതാ? SS സോഷ്യൽ സ്റ്റഡീസ്. SS കുഴപ്പമില്ല, എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് മേടിക്കാം. മാത്സിൽ നിന്നെ ഏറ്റവും കൂടുതൽ കുഴക്കുന്നത് എന്താണ്? ഡിവിഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ? എന്താണ് നിന്റെ പ്രശ്നം? എന്നാലും പാടായിട്ട് നിനക്ക് തോന്നി എന്താണ്? ഫ്രാക്ഷൻ ആണോ? ഫ്രാക്ഷൻ പാടാണ് കേട്ടോ സാറേ. ഇത് ട്രിഗ്നോമെട്രി ആണ് ഇതൊക്കെ. നീ അത്രയ്ക്ക് എത്തിയിട്ടില്ല, എത്തും. ഓക്കെ, ഇനി മുകളിലേക്ക് വരുമ്പോൾ? എൻ്റെ പേര് വൈഗ അശ്വിൻ. ഞാൻ പേട്ടയിലാണ് വരുന്നത്. ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് വേറെ ഇഷ്ടങ്ങൾ? എന്തൊക്കെയാണ്? എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. വരയ്ക്കാനും പാട്ട് പാടാനൊക്കെ ഒക്കെ ഇഷ്ടമാണ്. ഓക്കെ, മോനോ എന്താണ് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ഫുട്ബോളിന് പോവും. ഫുട്ബോള്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ ഫുട്ബോളിൽ? റൊണാൾഡോ. CR7 എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞത് കുട്ടികൾ മാത്രമാണ്, വലിയ ആരും പറഞ്ഞില്ല. CR7 ആരാ ചോദിച്ചപ്പോൾ പറഞ്ഞു അതാരാന്നറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഫേവറേറ്റ് പ്ലെയർ. എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത് വലുതാവുമ്പോൾ? കിട്ടുന്നത് എന്താണോ അതാവണം എന്നാണ് ആഗ്രഹം. കിട്ടുന്നു സാധാരണ എഞ്ചിനീയർ, ഡോക്ടർ, ആസ്ട്രോനോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നത് എന്താണ്? നീ ഇന്നത്തെ കാലത്ത് ആളാണ് കേട്ടോ. നീ ബാക്ക് ബെഞ്ചിലാണോ ഇരിക്കുന്നത്, സൈഡിലാണോ, ഫ്രണ്ടിലാണോ, മിഡിലാണ്? നീ ഫ്രണ്ടിലോട്ടും അല്ല ബാക്കിലോട്ടും അല്ല, ഇടയ്ക്കായിട്ട് ഇരുന്ന് പോവാണ്. കിട്ടുന്നത് കൊണ്ട് ഹാപ്പി ആവണം. അതാരാ നിന്നെ അങ്ങനെ പഠിപ്പിച്ചത്? നിനക്കല്ല ഡോക്ടർ, എഞ്ചിനീയർ ഒരു ആഗ്രഹവും ഇല്ല? ആഗ്രഹമുണ്ട്, പോലീസ് ആണോന്ന്. പറയതൊക്കെ പോരട്ടെ ഇങ്ങോട്ട്. പക്ഷെ എന്നാലും കിട്ടുന്നത് വേറെയാണ്. CBI ആണെങ്കിലും നമ്മൾ അതുകൊണ്ട് ഹാപ്പി ആവുന്നു. അപ്പൊ സങ്കടമൊന്നുമില്ല. ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? നമുക്കോ ഏറ്റവും ഇഷ്ടം എന്താണ്? മോൾക്ക് എന്താകണം എന്നാണ്? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇവൻ പറഞ്ഞ കണക്കന്നെ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി. എന്തെങ്കിലുമൊക്കെ ആയാൽ മതി. ഓക്കെ, ഇന്നത്തെ കാലത്തെ ആൾക്കാരാണ് നിങ്ങൾ. ഈ ഒരു 2011 ജനിച്ച് 2010 കഴിഞ്ഞ് ജനിച്ച് Gen Z ഒക്കെയാണ് ആൾക്കാർ.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നുന്നത് എന്താണ്? അങ്ങനെയൊന്നും എനിക്ക് അല്ല, ഇന്നിപ്പോൾ കൊള്ളാം, ദേ ഇവരൊക്കെ ജനിക്കുന്ന സമയത്ത് ഫോണില്ല, നേരെ ചൊവ്വേ ഇലക്ട്രിസിറ്റി ഇല്ല. ഫോണ് ഉള്ളത് കൊള്ളാം. ഫോൺ ഉള്ളത് കൊള്ളാം. ഫോൺ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നോ? പടം വരച്ചോണ്ടിരിക്കും. ഫോൺ ഇല്ലായിരുന്നെങ്കിൽ പടം വരച്ചോണ്ടിരിക്കോ? ആ, നിനക്ക് ഫോൺ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നീ? വെളിയിൽ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോകും. ആ, അങ്ങനെ കുറച്ച് അങ്ങനെ. അപ്പൊ ഇപ്പൊ നീ എന്താ പരിപാടി? ഫുൾ ഫോണിലാണോ? ഇല്ല, കുറച്ചൊക്കെ പോവും. ഓക്കെ. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ഈ കാലഘട്ടത്തില് മോൾക്ക്? എനിക്ക് ഇതുപോലെ അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ വന്നത് നല്ല ഇഷ്ടമായി. ടി വി കാണാം, ഫോൺ കാണാം. അത് മാത്രമല്ല വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് എല്ലാം എളുപ്പമായി അല്ലേ സാറേ? കുറേ കൂടെ കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് ഈ ജനറേഷൻസ് തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലേ, ഈ കോൺട്രാസ്റ്റ് ആണ് ഞങ്ങൾ ഈ ഒരു ഗെയിമിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്, GK റൗണ്ട്. ദുബായ് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. ആദ്യത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. GK റൗണ്ടിൽ അറിയാലോ 10 ക്വസ്റ്റ്യൻസ് ആണ് സാറേ ഉണ്ടാവുക. ഈ 10 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ബസർ പ്രസ് ചെയ്യുക. ഓരോ ശരി ഉത്തരത്തിനും 2 പോയിന്റ്സ് ആണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ പറയും. ബസറിൻ്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് മാത്രം ബസർ അടിക്കുക. ഓക്കെയാണ്? ശരി ഉത്തരങ്ങൾ തരിക മാക്സിമം. ഓക്കെ, മാക്സിമം പോയിന്റ്സ് സെക്യൂർ ചെയ്യാൻ 2 ടീമിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി. ആദ്യത്തെ ചോദ്യം, വിച്ച് മോണ്യുമെന്റ് ഇൻ ഇന്ത്യ ഇസ് ഓൾസോ നോൺ ആസ് ദ സിംബൽ ഓഫ് ലവ്? ഇന്ത്യയിലെ ഏത് സ്മാരകമാണ് പ്രണയത്തിന്റെ പ്രതീകം എന്നറിയപ്പെടുന്നത്? ഓ ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്. ആൻസർ താജ്മഹൽ. താജ്മഹൽ ശരി ഉത്തരം. അറിയായിരുന്നോ താജ്മഹൽ ആന്ന്? അറിയായിരുന്നു. ആണോ? അച്ചോടാ. എന്നിട്ട് എന്തേ ബസർ ഒന്ന് ടൈമിങ് ജസ്റ്റ് ഒന്ന് സ്ലോ ആയി പോയി കേട്ടോ. കണ്ടില്ല, ഇവർ കണ്ടില്ലേ, പെട്ടെന്ന് അടിച്ചോ. അതുപോലെ കേട്ടോ. ചേച്ചി ഇംഗ്ലീഷും കൂടെ പറഞ്ഞു കഴിഞ്ഞ് മലയാളം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ടക്കടിച്ചോണം. റെഡി? ഓക്കെ. അപ്പം 2 പോയിന്റ്സ് നേടിയിരിക്കുകയാണ് ഞങ്ങളുടെ ഓ ടീം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ നോബൽ പ്രൈസ്? നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? വീണ്ടും ഓ ടീമാണ്. വീണ്ടും ഓ ടീം. രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ശരി ഉത്തരം. അറിയായിരുന്നോ? ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? നിങ്ങൾ ഇതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ. അപ്പോൾ പെട്ടെന്ന് കേട്ടോ വിട്ടുകൊടുക്കരുത്. ഇനി സമയമുണ്ട്, ഇനി 8ഓളം ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ശരി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ പോവാണ്. വാട്ട് ഇസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? പിന്നെ ഓ ടീമാണ് അടിച്ചിരിക്കുന്നത്. ബസർ എന്തിയടാ? ബസർ അടിക്കാതെ ആൻസർ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുക. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ലോട്ടസ്. ലോട്ടസ്, താമര ശരി ഉത്തരം. എല്ലാം അറിയാം. ബസർ അമർത്തത്തില്ല. ബസർ അമർത്താതെ ചേച്ചി താമര എന്നൊക്കെ പറയാ. ബസർ അമർത്തണം. നിങ്ങൾ 3 പേരും കൂടെ ബസ്സിൽ കൈവച്ചോണ്ടിരുന്നേ. നീ എന്തോ മറന്ന് വേറെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ? അതാണ് ആ ടൈമിങ് പോകുന്നത്. നീ ഗേൾസിനെ ശ്രദ്ധിക്കാതെ കറക്റ്റ് ബസറിൽ തന്നെ ഇത് ചെയ്തേ. ആ, അതാ. നീ ഓക്കെ ആണല്ലോ? ഇനി ഒരു തവണയും കൂടെ തന്നില്ലെങ്കിൽ ഞാൻ പ്ലേസ് മാറ്റി നിർത്തും. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. റെഡി, ഓൾ സെറ്റ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. അങ്ങനെ 6 പോയിന്റ്സ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. സാറിൻ്റെ പഴയ ആ ഒരു എന്താ പറയുക, ആ ഒരു എനർജി വൈബൊക്കെ സാർ ഇങ്ങനെ വീണ്ടും പണ്ട് സാറൊക്കെ എത്രയോ കുട്ടികളോടാണ് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ സാർ ആൻസർ പറയുകയാണ്. അതൊക്കെ ഓർത്തോ സാറേ? സാർ അന്നൊക്കെ അടി കൊടുക്കുമായിരുന്നോ സാറേ? അടി കൊടുക്കുമായിരുന്നു. ഇന്ന് അടിക്കാൻ പറ്റില്ല, ജയിലിനകത്താവും. ഇന്ന് ജയിലിനകത്താവും. തീർച്ചയായിട്ടും. അന്നൊക്കെ അടി കിട്ടിയിട്ടുണ്ടോ? സ്റ്റുഡന്റ് നിൽക്കുകയാണ്. സ്റ്റുഡന്റ് പറയട്ടെ ആദ്യം. അല്ല, ഞങ്ങൾ പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റ് അല്ലേ, അപ്പോൾ സാർ അടിക്കില്ല. പിന്നെ പോയിട്ട് ഞാൻ നന്നായി മാത്സ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് പെറ്റ് സ്റ്റുഡൻ്റ് ആണ് അന്നും ഇന്നും. സാർ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെയല്ലേ ചേച്ചി? തീർച്ചയായിട്ടും. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സാർ അല്ല, അന്നും ഇന്നും ഞാൻ അതിൽ ബ്ലെസ്ഡ് ആണ്. ഞാൻ എപ്പോഴും സാറിനെ ഇടയ്ക്ക് കാണുമ്പോഴും പറയണ്ട, സാറിൻ്റെ ബ്ലെസ്ഡ് ശരിക്കും എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുമല്ല, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ ടീച്ചേഴ്സിന് മാത്രമാണ് അധികം പ്രായമാകാത്തത് പെട്ടെന്ന്. ഇനി സ്റ്റുഡൻസുമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു
ഒരിക്കലും പ്രായമാവത്തില്ല. നമുക്ക് എപ്പോൾ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ചിലപ്പം കുറച്ച് വയസ്സൊക്കെ ആയി മുഖമൊക്കെ മാറിയാലും എനിക്ക് തോന്നുന്നു ആ സ്റ്റുഡൻസുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ സാറേ? അല്ല, എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും പറയും ടീച്ചേഴ്സ് എപ്പോഴും വിദ്യാർത്ഥികളാണെന്ന്. ആടാടാണ്. ആ കണ്ടോ, ഇന്നത്തെ ആ വിദ്യാർത്ഥിയാണ് സാറിൻ്റെ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ടീം ഓ വിട്ടു കൊടുക്കരുത് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. 4ാമത്തെ ചോദ്യമാണ്, വിച്ച് ഇന്ത്യൻ സിറ്റി ഇസ് നോൺ ആസ് ദി പിങ്ക് സിറ്റി? പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? വൈറ്റ് ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്. ഉത്തരം ജയ്പൂർ. ജയ്പൂർ. ശരി ഉത്തരം. അങ്ങനെ ആദ്യം ആയിട്ട് ദേ ഈ എപ്പിസോഡിൽ കറക്റ്റ് ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഗുഡ് ഗോയിങ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്നെ പ്രസ് ചെയ്ത് പിടിച്ചേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഇസ് ദ കറൻസി ഓഫ് റഷ്യ? റഷ്യയുടെ കറൻസി ഏതാണ്? ഓ ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്. സാറേ ഉത്തരം റൂബിൾ. റൂബിൾ. ശരി ഉത്തരം. റഷ്യയുടെ കറൻസി റൂബിളാണ്. നമുക്ക് ഇന്ത്യക്ക് രൂപ പോലെ റൂബിളാണ് റഷ്യയുടെ കറൻസി. എനിക്കൊന്നും അറിയായിരുന്നു അല്ലേ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ ഏതൊക്കെ കറൻസി അറിയാം? വേറെ ഏത് രാജ്യങ്ങളുടെ കറൻസി അറിയാം? അമേരിക്കയുടെ വല്ല അറിയോ? ഡോളർ. ഓ അറിയാം. ബാക്കി വേറെ? സിംഗപ്പൂർ അറിയില്ല. വേറെ ഏത് രാജ്യത്തിന്റെ അറിയാം? റുപ്പി. പിന്നെ വേറെ ഇപ്പൊ നമ്മുടെ ജപ്പാന്റെ യെൻ. യെൻ. ഓക്കെ, കറക്റ്റ്. പിന്നെ ദുബായ്, UAE നഗരങ്ങളുടെ ദുബായിലൊക്കെ ഖത്തർ, കുവൈറ്റ് ഇല്ല, അറിയില്ല. മാമിന് എനിക്ക് തോന്നുന്നു കുറച്ച് അധികം അറിയാമെന്ന് തോന്നുന്നു. മലേഷ്യ റിങ്കറ്റ്, പിന്നെ ദുബായ് ദർഹം. ഓക്കെ, ഇവരിതേ ഓ ടീം വീണ്ടും ഒരു പോയിന്റ് കൂടി നേടിയിരിക്കുകയാണ്. 2 പോയിന്റ്സ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ചോദ്യത്തെ നമുക്ക് പിടിക്കാം. ഓക്കെ, അടുത്തത് ഇനി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം സാറേ. ഓക്കെ, റെഡി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ ഫേമസ് മലയാളം സോങ് ജിമിക്കി കമ്മൽ ഇസ് ഫീച്ചേർഡ് ഇൻ വിച്ച് മൂവി? ജിമിക്കി കമ്മൽ എന്ന പ്രശസ്തമായ മലയാള ഗാനം ഏത് സിനിമയിലുള്ളതാണ്? ദി ഓ ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഒരു വെളിപാടിൻ്റെ പുസ്തകം. വെളിപാട്. മോഹൻലാലിൻ്റെ പിക്ചറാണ്. ലാലേട്ടന്റെ സിനിമയാണ്. ശരിയാണോ തെറ്റാണോ? എന്ത് തോന്നുന്നു? ഉത്തരം ശരിയാണ്. വെളിപാടിന്റെ പുസ്തകം ഭയങ്കര ഹിറ്റ് സോങ്ങും ആയിരുന്നു അല്ലേ? ആരാ പാടും പറഞ്ഞത്? ആ പാട്ട് രണ്ടുപേരി പാടുവോ? ഇങ്ങനെ പഠിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് മതി, ഉള്ളത് മതി ഞങ്ങൾക്ക്. ആ, പാട്ട് പാടാറില്ല. പാടാറില്ല. ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ പാട്ട് പഠിക്കുന്ന. നീ പാട്ട് പാടുന്ന ചെറിയ ഇതുണ്ടല്ലോ, പാടാറില്ല. മോളോ? ഇവിടെ വേണ്ട, താല്പര്യമില്ല. ഓക്കെ, പേടിയാണ്. ഓ ടീമിൽ എനിക്ക് തോന്നുന്നു ചേച്ചി ആരാണ് പാടുന്നത് ഇതില്? ചേച്ചിയുടെ സൗണ്ട് കേട്ട് അറിയാം. ഒരു ചെറിയൊരു പാട്ട് നിൽക്കുന്നുണ്ട്. കോളേജ് കാലഘട്ടത്തിൽ കുറച്ച് മതി ചേച്ചി, 2 വരി. കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണു പൂക്കാര. കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണു പൂക്കാര. ഈ പാട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് എന്തെങ്കിലും രീതിയിൽ ഇത് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പണ്ടോ? കുറച്ച് പണ്ട് എന്തായാലും കേട്ടിട്ടുണ്ട്, എവിടെയോ വെച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. ദേ ബസർ, ഞാൻ മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നിങ്ങൾ ബസർ പ്രസ് ചെയ്യാവൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ? ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദ ഓ ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻസർ ദാദാസാഹിബ് ഫാൽക്കെ. ദാദാസാഹിബ് ഫാൽക്കെ, കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി 3 ചോദ്യം കൂടിയുണ്ട് ഈ ബസർ റൗണ്ടിൽ. കൃത്യമായിട്ട് പിടിച്ചാൽ നമുക്ക് ഒരുവിധമൊക്കെ അവരുടെ അടുത്തെത്താം. ഓക്കെ, റെഡി. അപ്പം 8th ക്വസ്റ്റ്യൻ ആണ്. ഹൂ വാസ് ദ ഫസ്റ്റ് ഫീമെയിൽ ആസ്ട്രോനോട്ട് ഫ്രം ഇന്ത്യ ടു ഗോ ടു സ്പേസ്? ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? വീണ്ടും ഓ ടീം കൊണ്ടുപോകുന്നു. ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. ചേച്ചി ഉത്തരം? കൽപ്പന ചൗള. ശരിയാണോ? ശരിയാണ്. ഇതെന്താ പറ്റിയെന്ന് തോന്നുന്നു. കൽപ്പന ചൗള. ശരി ഉത്തരം. 2 ചോദ്യങ്ങളൂടെയാണ് നമുക്ക് ഈ ഒരു GK റൗണ്ടിൽ പെൻഡിങ് ആവുന്നത്. 9th ക്വസ്റ്റ്യൻ. Which iconic Indian singer is known as the Nightingale of India? ഇന്ത്യയുടെ നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്ന ഗായിക ആരാണ്? എന്തായാലും പോട്ടെ, എന്തായാലും ഓ ടീമാണ് ബസർ വീണ്ടും പ്രസ് ചെയ്തിരിക്കുന്ന. ചേച്ചി ഉത്തരം? ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ. ശരി ഉത്തരം.
ചേച്ചി പാട്ട് പാടുമല്ലോ. ലതാജിയുടെ ഏതെങ്കിലും ഒരു പാട്ട് അറിയോ? ലതാജി അല്ലെങ്കിൽ കുഴപ്പമില്ല, ആരാണെങ്കിലും കുഴപ്പമില്ല. ജാനകിയമ്മയുടെ പാട്ട്. ജാനകിയമ്മ. ഓ വാ. നിദ്രതന്നീരായി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. വാവ്, സൂപ്പർ സൂപ്പർ. താങ്ക് യു. അടിപൊളി. എൻ്റെ അമ്മയെ എന്തൊരു പാക്കേജാണ് എനിക്ക് O ടീമിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത്. ലതാജി മലയാളത്തിൽ ഒരൊറ്റ സോങ്ങേ പാടിയിട്ടുള്ളൂ, അതാണ് കദളിക്കൻ. കൺകദളി. അതാണ്, അത് ചേച്ചി പാടുകയും ചെയ്തിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇത് ലതാജിയും ജാനകിയമ്മയൊക്കെ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാ. വിട്ടുകൊടുക്കരുത്. ഒരു പാട്ട് പാടിക്കോ. നിങ്ങൾ സുശീൽ ശ്യാമിനെ എടുത്ത് ഇറക്കൂ പ്ലീസ്. പറഞ്ഞോ, ധൈര്യമായിട്ട് പാടിക്കോ. ആ, കമോൺ. റിലിക്സ് അറിഞ്ഞൂടാ, ഏത് പാട്ട്? ലിറിക്സ് ഒന്നും ഇതിൽ പ്രശ്നമല്ല, ഏതാണേലും കുഴപ്പമില്ല. വിട്ടുകൊടുക്കരുത് നിങ്ങൾ കേട്ടോ. ചുമ്മാ പാടിക്കോ, ചുമ്മാ പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ഞാനുണ്ട്, ഞാൻ കൂടാ. നീ പാടിയേ, നീ ഒരു പാട്ട് പാടിയേ. നീ പാട്, നീ സെറ്റ്, നീ സൗണ്ട് സെറ്റ് പാട്. അവന് പറ്റൂലെന്ന്. പറ്റൂല. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ഇലുമിനാട്ടിയിൽ നമുക്ക് ഒതുക്കാം. 86 fresh face actors were introduced in a Malayalam cinema released in 2017. Which movie is this? 86ഓളം പുതുമുഖ താരങ്ങളെ പരിചയപ്പെടുത്തിയ 2017 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ്? The White Team ആണ്. അങ്കമാലി ഡയറീസ്. അങ്കമാലി ഡയറീസ്. ശരി ഉത്തരം. അല്ല, നായകൻ ആരാന്നറിയോ? മോഹൻലാലാണോ? 86ഓളം പുതുമുഖ താരങ്ങളെ പരിചയപ്പെടുത്തിയ 2017 പുറത്തിറങ്ങിയ ലാലേട്ടനെ പരിചയപ്പെടുത്തിയ പടം അങ്കമാലി ഡയറീസ് ആണോ? മമ്മൂട്ടിയാണോ? കറക്റ്റ്, വെരി കറക്റ്റ്. ആ, എന്നിട്ട് ഇനി ഒന്നൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ, വേറെ ആരൊക്കെ നമുക്ക് ഇനി അറിയാം നോക്കിയേ അങ്കമാലി ഡയറീസിൽ. ദുൽഖർ സൽമാൻ. കറക്റ്റ്. ഇനി ആരെയൊക്കെ അറിയാം നമുക്ക്? പോരട്ടെ. പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാൽ. അറിയുന്ന എല്ലാവരെയും പോരട്ടെ. ബാക്കി ആരൊക്കെ അറിയാം ഈ കാലത്തില്? ആ, മോൾക്ക് പറ്റും, പറഞ്ഞോ. ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ. കൊള്ളാം, അടിപൊളി അടിപൊളി. ആ, ഓക്കെ. അപ്പൊ ഇവിടെ അങ്കമാലി ഡയറീസിലെ നായകൻ ആരാന്ന് ഇനി ഐഡിയ ചേച്ചി? മണിയമ്പിള്ള രാജുവിൻ്റെ മോൻ നിരഞ്ജൻ. 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 മണിയമ്പിള്ള രാജുവിൻ്റെ മകൻ നിരഞ്ജൻ. നിരഞ്ജൻ. ഒരു ചാൻസ് കൂടെ തരാം. നിരഞ്ജൻ അല്ല, വേറെ ഒരാളാണ്. ഒന്ന് ചുമ്മാ ഒന്ന് കറക്കി കുത്തി ഒന്ന് നോക്കി നോക്കിയേ. ചേച്ചിക്ക് അറിയാം, പോരട്ടെ. എന്താണേലും ഇതുവരെ എത്തിയില്ലേ? വിഷ്ണു. വിഷ്ണുവോ? അത് അങ്ങനെ ഒരു ആക്ടർ ഉണ്ടോ? എൻ്റെ കെട്ടിയവൻ്റെ പേര് വിഷ്ണു എന്നാണ്, പക്ഷെ പുള്ളിയും പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല എൻ്റെ അർത്ഥം. ആ, പിന്നെ ഒന്നും ചേച്ചി മണിയമ്പിള്ള രാജേട്ടൻ തന്നെ നിൽക്കുകയാണ്, വിട്ടുകൊടുക്കുന്നില്ല. മകനാണ് രാജേട്ടനല്ലേ? എന്താണ് മണിയമ്പിള്ള രാജു ചേട്ടൻ്റെ മകനാണ്. നിരഞ്ജൻ എന്നാണ് എനിക്ക് ഓർമ്മ. അവന്റെ പേര് കണ്ണൻ. നിരഞ്ജൻ ശരിയാണ്, മണിയമ്പിള്ള രാജേട്ടന് ശരിയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ആ പടത്തിന്റെ ഏഴയിലത്തോലും വന്നിട്ടില്ല. ചേച്ചി ഒന്നുകൂടെ പറഞ്ഞേ. കാരണം ഇവർ ഇത്രയും പറഞ്ഞു, ലാലേട്ടൻ തൊട്ട് ഫഹദ് ഫാസിൽ വരെ എത്തിയിട്ടുണ്ട്, ഇതിലൊന്നും വന്നിട്ടില്ല. പിന്നെ ആരായിരിക്കും അങ്കമാലി ഡയറീസിലെ നായകൻ? 86. കാരണം ആൾ ഇന്ന് ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാർഡത്തിലായ ഒരാളാണ്. സണ്ണി വെയിനാണ്. സണ്ണി വെയിൻ എല്ലാവരും അറിയാം ചേച്ചിക്ക്. അങ്കമാലി ഡയറീസ് ആണ് ശരി ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അതിലെ നായകൻ എന്ന് പറയുന്നത് ആന്റണി വർഗീസ് പെപ്പയാണ്. ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്കിനി നമ്മുടെ പോയിന്റ്സും കൂടി ഒന്ന് നോക്കിയാലോ. ഒരു രക്ഷയില്ലാത്ത സ്കോർ നിലയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വരെയുള്ള ഞങ്ങളുടെ എപ്പിസോഡ്സിൽ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഒരു ടീം സെക്യൂർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്കോർ തന്നെയാണ്. O ടീം നേടുന്നു 16 പോയിന്റ്സ്. 16 പോയിന്റ്സ് ആണ് അവർ നേടിയിരിക്കുന്നത്. വെറും 2 ഉത്തരം മാത്രമാണ് നിങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. ആ വിട്ടുകൊടുത്ത 2 ഉത്തരം അവർ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ വൈറ്റ് ടീം നേടുന്നു 4 പോയിന്റ്സ്. 4 പോയിന്റ്. 4 × 4 16. ഓക്കെ, അപ്പോൾ ഇനി പ്രശ്നമാക്കേണ്ട കാര്യം, ഇനി 2 റൗണ്ട്സ് കൂടെ ബാക്കിയുണ്ട്. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് ഗെയിം റൗണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് ബോൾ ഇൻ ദ ഗ്ലാസ്. അപ്പോൾ നമ്മുടെ 2 ടീമിലും 5 കപ്പ് ഫില്ല് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഒറ്റ
കുട്ടി ബോളും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു 5 ബോൾസും കൂടെ തന്നിട്ടുമുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഊതി ആ വെള്ളത്തിൻ്റെ ആ ഗ്ലാസ് ഫില്ല് ചെയ്ത ഗ്ലാസിൻ്റെ മുകളിലൂടെ ഈ ബോൾസ് ഊതി ദേ ഈ കാണുന്ന കപ്പിലോട്ട് ഇടണം. ഓക്കെ, ഇൻ കേസ് ഒരു 3ാമത്തെ ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ ഊതിയപ്പോഴത്തേക്കും ആ ബോൾ താഴെ പോയിന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പിന്നെ റിപ്പീറ്റ് തുടങ്ങിയാൽ മതിയാവും. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ബോൾസ് നിങ്ങളുടെ ആ ഒരു ജാറിലേക്ക് ഇടുന്ന ടീമായിരിക്കും നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി ഗ്ലാസ്സിലോട്ട് ആ ചെറിയ ബോൾ വീണ് കഴിഞ്ഞാൽ അതെടുത്ത് നമ്മുടെ കയ്യിൽ പിടിക്കാം ടീംമേറ്റ്സിന്. കാര്യം ബാക്കി ബോൾസ് ഒന്നും കൂടെ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാനുള്ളതല്ലേ. ഓക്കെ, റെഡിയാണോ? വ്യക്തമാണോ? അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ബോൾസ് സ്വന്തമാക്കുന്നവരായിരിക്കും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ടീമായിരിക്കും 5 പോയിന്റ്സിന് അർഹരാകുന്നത്. ഓക്കെ, റെഡിയാണോ? ആരാണ് ഈ ടീമിൽ നിന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, മോളാണ്. ആൻഡ് ഈ ടീമിൽ നിന്നും ചേച്ചിയാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓൾ സെറ്റാണ്, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഊതി മാത്രമായിരിക്കണം ബോൾസ് നിങ്ങളത് മൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, റെഡി ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ, വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊരു മൈൻഡ് ഗെയിമാണ്. കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന ഫോഴ്സിൽ മാത്രം. ഓ, ബോൾ താഴെ പോയി. അവിടെ സെക്കൻഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെ സെക്കൻഡിലാണ്. ഓ, ബോൾ പോയി. കമോൺ. ഒരാൾ ഒരു ബോൾ ഇട്ടു. കമോൺ, കുഞ്ഞുങ്ങൾക്ക് ആ ടെക്നിക്ക് കിട്ടിയിരിക്കുകയാണ്, ആ നാക്ക് കിട്ടിയിരിക്കുകയാണ്. ചേച്ചി അടുത്തതിലോട്ട്. ഓ, ബോൾ പോയി. സൂപ്പർ. 2ാമത്തെ ബോളും ഞങ്ങളുടെ കുട്ടികൾ ഇട്ട് കഴിഞ്ഞു. ചേച്ചി 3ാമത്തേൽ ആദ്യത്തെ ബോളായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. പോയി, വീണ്ടും പോയി. Yes, correct. ചേച്ചി got it. Yes, ആദ്യത്തെ ബോള് ഞങ്ങളുടെ ടീം സ്വന്തമാക്കി. ഞങ്ങളുടെ കുട്ടികൾ ഇപ്പൊ എത്ര ബോൾസ് ആയി? ആക്ച്വലി 2 ബോൾസ് ആയിട്ടുണ്ട്. അവർ 1 ബോളേ ആയിട്ടുള്ളൂ. ഓ വാ, പോയി 4ത്തിലാണ് പോയേക്കുന്നത്. പോയി പതിയെ. Just പയ്യെ. അത് തന്നെ. യെസ്, 3ാമത്തെ ആയി. ഇനി 3 ബോൾസും കൂടെ ഉള്ളൂ. ഇവിടെ 2ാമത്തെ ബോളിലാണ്. ഈ 2ാമത്തെ ബോളാണ്. പോയി. കുഴപ്പമില്ല, 2ാമത്തെ ബോളാണ്. ഇനി അടുത്ത 3ാമത്തെ ബോളാണ്. ഇത് 3ാമത്തെ ആയോ? 4ാമത്തെ ആയിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇനി 2 ബോൾ കൂടെ ഉള്ളൂ. ഓ, 5ൽ നിന്നും പോയിരിക്കുകയാണ്. ഓ, പയ്യെ. യെസ്, ഇനി ലാസ്റ്റ് 1ലേക്കാണ് കുട്ടികൾ കടന്നിരിക്കുന്നത്. Yes. Do it. You can do it. We will win. ഓ, 3ല്. 3ന്ന്. ഓ, പതിയെ മതി കുഞ്ഞുങ്ങൾ. You can do it. Last ball ആണ്. ലാസ്റ്റ് ബോളാണ്. Yes. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ദ വൈറ്റ് ടീം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നനഞ്ഞ് കുളിച്ച് ഇനി ഡ്രസ്സ് മാറ്റിയാൽ മാത്രം മതി. ആ ലെവലിലേക്ക് ആയിരിക്കുകയാണ് അവർ. ഏറ്റവും പെട്ടെന്ന് തന്നെ അവർ എത്ര ബോൾസ് ആയിരുന്നു? 4 ബോൾസ് ആയിരുന്നു. ഇനി 2 ബോൾസും കൂടെ ഇടാനുണ്ടായിരുന്നുള്ളൂ. 5 വരെ എത്തി. പക്ഷെ ഞങ്ങളുടെ വൈറ്റ് ടീം അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. നനഞ്ഞു കുളിച്ചു അല്ലേ? വെള്ളം ഒഴിക്കുന്നില്ല, മാറി നിൽക്കുന്നു. ഇവൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചീറപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. സാറേ, എന്നാ തോന്നുന്നത് സാറേ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഗെയിം? വളരെ ഹെൽത്തി കോമ്പറ്റീഷൻ, നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. എനിക്കൊന്ന് മാം നല്ല രീതിയിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും ഇങ്ങനെ മൂവ് ചെയ്ത് നനഞ്ഞാലും കുളിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ശ്വാസം നന്നായിട്ട് പിടിച്ചിരിക്കാൻ പറ്റും. അതിനകത്തെ കാര്യം. രണ്ടാമത് ഫസ്റ്റിൽ ഇതിൻ്റെ ഒരു നാക്ക് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വെള്ളത്തിൽ ഊതിക്കൊണ്ടിരുന്നു, ബോളിലാണ് ഊതി തെറിപ്പിക്കേണ്ടതെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. വെള്ളമാണ് കൂടുതലായിട്ട് തെറിച്ചു പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഇതൊരു ചെറിയൊരു ഈ പറഞ്ഞ വെള്ളത്തിൽ നമ്മൾ സ്കിഡ് ചെയ്ത് പോകുന്ന. എനിക്കൊന്ന് അവർ കൃത്യമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അവർ കുട്ടികളല്ലേ. ഇനിയിപ്പോ അടുത്തൊരു റൗണ്ട് കൂടെ ഉണ്ടല്ലോ, നമ്മൾ അതിൽ പിടിക്കാതെ GK റൗണ്ട് പറഞ്ഞ പോലെ. അപ്പൊ ഒന്നും നോക്കാൻ
നമ്മളത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പൊളി. കണ്ണിൽ മൊത്തം വെള്ളമായി. എൻ്റെ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോയി. കുഴപ്പമില്ല, എന്നാലും ഉണ്ട്, ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു റൗണ്ട് അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ടീം സ്വന്തമാക്കുന്നു. എത്ര പോയിന്റ്സ് ആണ്? 5 പോയിന്റ്സ്. അങ്ങനെ ഇവിടെ ഇതാ ആദ്യ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ടീം സ്വന്തമാക്കുന്നു 9 പോയിന്റ്സ്, 9 പോയിന്റ്. പക്ഷേ അപ്പോഴും അവരിതേ ലീഡ് ചെയ്യാണ്, 16 പോയിന്റ് ഉണ്ട് അവർക്ക്. എന്നാലും നമുക്ക് അടുത്തൊരു റൗണ്ടിൽ നമുക്ക് അവർക്ക് പറ്റുമെങ്കിൽ നമുക്ക് അവരെ പിടിച്ചു കെട്ടാം. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുക. സോ എന്തായാലും ഗെയിം റൗണ്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റിലേക്ക് ഞങ്ങൾ കടക്കാൻ. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. ഇതെന്ന് പറയുന്നത് സർ വളരെ സിമ്പിളാണ്. 5 ചോദ്യങ്ങളെ ഈ ഒരു റൗണ്ടിൽ ഉണ്ടാവുള്ളൂ. ഞാൻ ആദ്യം വൈറ്റ് ടീമിൻ്റെ അടുത്ത് ചോദിക്കും 5 ചോദ്യങ്ങൾ, ഞങ്ങളുടെ ഓ ടീമിൻ്റെ അടുത്ത് 5 ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഓ ടീമിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്ന കുറച്ച് യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ വൈറ്റ് ടീമിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് കുറച്ച് ഇവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ആയിരിക്കും. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചതും വായിച്ചതും അറിഞ്ഞതും ഒക്കെ ആവാം കേട്ടോ. ഓരോ ശരി ഉത്തരത്തിനെയും കാത്തിരിക്കുന്നത് 2 പോയിൻ്റാണ്. ഓക്കെ, സോ റെഡിയാണോ? ഫസ്റ്റ് നമ്മൾ ചോദിക്കാൻ പോകുന്ന വൈറ്റ് ടീമിൻ്റെ അടുത്താണ്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോണം. ഹൂ റോട്ട് ദ മലയാളം ക്ലാസിക് നോവൽ ചെമ്മീൻ? ചെമ്മീൻ എന്ന മലയാളം ക്ലാസിക് നോവൽ എഴുതിയത് ആരാണ്? ചെമ്മീൻ എന്ന് പറയുന്നത് അത് സിനിമയായിട്ടുണ്ട്. അത് എഴുതിയത്, ആ നോവലിനെ ആസ്പദമാക്കിയാണ് ആ സിനിമയായത്. ആ നോവൽ എഴുതിയിരിക്കുന്നത് ആരാണ്? വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ, കറക്റ്റ്, ഒന്നും പറയാനില്ല. ഇനി അടുത്ത എന്താ ഒരു ചോയ്സും കൂടെ ഞാൻ തരാം, ഒരു ചാൻസും കൂടെ തരുവാണ്. എഴുത്തച്ഛനല്ല. വേറെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? വേറെ അറിയുന്ന ആ സമയത്തൊക്കെ ചങ്ങമ്പുഴയോ? നീയും കൂടെ ഒരു പേര് പറഞ്ഞു. എന്തായാലും 2 പേർക്ക് ഞാൻ പേര് പറയാൻ അവസരം നൽകിയല്ലോ. ചിലപ്പോൾ ഇനി കറക്കി കുത്തിയല്ലോ ശരിയായാലോ. കുമാരനാശാൻ. ഇവർക്ക് ഇവരെ എല്ലാം അറിയാം, പക്ഷെ ഇവരെന്തൊക്കെയാണെന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഈ കുമാരനാശാൻ എഴുതി എന്തെങ്കിലും അറിയോ? ഈണ പൂവെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓ ടീമിനോട് ഞാൻ ചോദിക്കുന്നില്ല, അറിയാമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നാലും സാറേ മക്കൾക്ക് വേണ്ടി ആ ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുത്തോ. തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ളയാണ് ചെമ്മീൻ എന്ന നോവൽ എഴുതിയിരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ പറ്റി? കേട്ടിട്ടില്ല, പഠിച്ചിട്ടൊന്നുമില്ല, തകഴീനെ പറ്റി വന്നിട്ടില്ല. എനിക്കൊന്നും ഇനി ആയി വരുമായിരിക്കും, ഇത്രയും ക്ലാസ്സിലല്ലേ ആയുള്ളൂ. എന്തായാലും ഇപ്പോൾ കയറെന്നൊക്കെ തുടങ്ങി ഒരുപാട് വലിയ കൃതികളും നോവൽസും ഒക്കെ എഴുതിയ ആളാണ്. ഓക്കെ, ഓർത്ത് വെക്കുക തകഴി ശിവശങ്കരപിള്ള. അപ്പം ആദ്യത്തെ എന്തായാലും എഴുത്തച്ഛനെയും ചങ്ങമ്പുഴയും കുമാരനാശാനെയും കുഞ്ഞുങ്ങൾക്ക് അറിയാം അല്ലേ സാറേ? ആ പേരെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് നമുക്ക് ആശ്വസിക്കാം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ശ്രദ്ധിച്ച് പറയണം. വിച്ച് ഇയർ ഡിഡ് ഇന്ത്യ ഗെയിൻ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ? ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം ഏതാണ്? 1947. ശരി ഉത്തരം. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാർ തല്ലുമായിരുന്നു കേട്ടോ. കാരണം ഇത് വളരെ ചെറിയ ക്ലാസ്സിലോട്ട് പഠിപ്പിക്കുന്നതാണ് അല്ലേ സാറേ? നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം 1947 അല്ലേ? അപ്പം അതറിയായിരുന്നു. വേറെ എന്തെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? പോണം എന്ന് മോന് തോന്നിയ ഒരു സ്ഥലം ഏതാണ് ഇന്ത്യയിൽ? താജ്മഹൽ. താജ്മഹൽ കാണണം. എവിടെയാണ് താജ്മഹൽ എന്ന് അറിയോടാ? എന്താ നീ താജ്മഹൽ എന്നെ ചൂസ് ചെയ്തത്? കാരണം പോയിട്ടുണ്ട്, വെളിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അകത്തോട്ട് കയറിയിട്ട് പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ പോണം. അപ്പൊ എന്തായാലും ഒരു ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇപ്പൊ ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? മാത്സ് സാറിനോട് ഒരു ചെറിയ ഭയം മാറി വരുന്നുണ്ടോ? ഇത്തിരിയൊക്കെ വിട്ടു തരാമെന്ന്, അതായത് തോറ്റോണ്ടിരിക്കുന്നതിന്റെ ഇതിൽ ആത്മവിശ്വാസം പൊരുതി എത്തുന്നവർ വളരെ നല്ലതാണ്, കുഴപ്പമില്ല. എന്നാലും വിട്ടു കൊടുക്കണ്ട. ഇനി നമുക്കൊരു 3 ചോദ്യം കൂടെ ഉണ്ട്. മാക്സിമം പിടിച്ചാൽ ചിലപ്പോൾ ഇവർക്കൊന്നും കിട്ടിയില്ലെങ്കിലോ നമ്മൾ വിൻ ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ വിട്ടു കൊടുക്കണ്ട. നമ്മുടെ 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഈ ഒരു ചോദ്യത്തിൽ. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ഹാരി പോട്ടർ സീരീസ്? ഹാരി പോട്ടർ പരമ്പരയുടെ രചയിതാവ് ആരാണ്? JK റൗളിംഗ്. JK റൗളിംഗ്. സൂപ്പർ, കറക്റ്റ് ആൻസർ. സാറിന് അറിയോ സാറേ? എനിക്ക് തോന്നുന്നു മാമിന്
അറിയായിരുന്നു. ജെ.കെ. റൗളിംഗ് അറിയായിരുന്നു. ഏറ്റവും ഹിറ്റ് സീരീസ് ആണല്ലേ ഹാരി പോട്ടർ. പിന്നെ മക്കളൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു അമ്മമാരെല്ലാം ഹാരി പോട്ടർ എപ്പോഴും അത് നോക്കുന്നുണ്ടായിരുന്നു കൊച്ചിലെ. എന്നാലും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഓക്കെ, അടിപൊളി. മാമിന് അന്നത്തെ കാലത്ത് ജനിച്ചതിലാണോ സന്തോഷം, അതോ ഇന്ന് ജനിക്കാമായിരുന്നു എന്നോ എല്ലാം തോന്നിയിട്ടുണ്ടോ ഈ കുട്ടികളുടെ ഒരു സ്പീഡും ബഹളവും ഒക്കെ കാണുമ്പോൾ? തികച്ചും ഇന്ന് തന്നെയാണ്. അന്നത്തെ കാലം നമുക്ക് ഇന്ന് തന്നെയാണ് ശരിക്കും സ്വാതന്ത്ര്യമുള്ളതും. ഇന്നത്തെ കാലമാകുമ്പോൾ വിരലിൻ്റെ തുമ്പിലല്ലേ എല്ലാം ഉള്ളത്. അന്നൊക്കെ നമ്മൾ എന്തൊക്കെ പാടുണ്ട്. ഒന്ന് ബസ്സിൽ യാത്ര ചെയ്ത് കോളേജിൽ പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ നോക്കുമ്പോൾ പിള്ളേരെല്ലാം ആക്റ്റീവായിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോളേജിൽ. അപ്പോൾ അത് തന്നെ നമുക്കൊരു അസൂയാണ് ഇപ്പോഴത്തെ കുട്ടികളോട്. ഈ രാത്രിയൊക്കെ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് ഇപ്പോഴാണെങ്കിൽ? അത് തീർച്ചയായിട്ടും. പണ്ട് ഞാനൊരു ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ജനിച്ചതാണ്. അപ്പം രാത്രി എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണ്. ഇപ്പോൾ 12 മണി കഴിഞ്ഞാൽ രാത്രിയല്ല പിള്ളേർക്ക്. അതാണ്. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ നല്ല ഇൻട്രസ്റ്റിംഗ്. ചേച്ചിക്കോ സ്ത്രീ എന്ന നിലയിൽ ഇന്നത്തെ കാലമാണോ അന്നത്തെ കാലമാണോ നല്ലത്? രണ്ടിൻ്റെതായ വ്യത്യാസമുണ്ട്. നമ്മുടെ കാലത്താണെങ്കിൽ കുറച്ചുകൂടെ എന്താ കൺസർവേറ്റീവ് ഫാമിലി ആയിരുന്നു. ഇവിടെയൊക്കെ ഇപ്പം അങ്ങനെയല്ല, വളരെ ഫ്രീഡം ഉണ്ട്. അതുപോലെ കുട്ടികൾ ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേരാൻ അതിന് പാരൻസും കൂട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ അവരെല്ലാം മിക്കവാറും എല്ലാവരും ഫിനാൻഷ്യലി വെൽ ഓഫ് ആണ്. അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബെസ്റ്റീനെ പറ്റി വല്ല അറിയോ സാറേ? ബെസ്റ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ബെസ്റ്റി എന്ന് കേട്ടിട്ടേ ഇല്ല. എന്താണ് ബെസ്റ്റി? അതെന്താണെന്നറിയോ സാറേ? കാമുകനാണോ കാമുകനല്ല, എന്ന ബെസ്റ്റ് ഫ്രണ്ട് ആണോ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുള്ളവരെയാണ് ഇതിന്റെ ഇടയിൽ നിൽക്കുന്നവരാണ് ബെസ്റ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട് അതിന് നടുക്കിക്കണേ. നിങ്ങളുടെ കാലത്ത് അങ്ങനെ വല്ലവരും ഉണ്ടോ ചേച്ചി? നമ്മുടെ കാലത്ത് അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ആൺകുട്ടിയോട് സംസാരിച്ചാൽ തന്നെ അതൊരു ഭയങ്കര എന്താ പറയുക കുറ്റകരമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പോയിട്ട് പണ്ടാണെങ്കിൽ ഭയങ്കര പൂവാല ശല്യവും കമൻറ്റിങ് ഭയങ്കര ഇതായിരുന്നു. കോളേജിലായാലും നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരൊന്നും നമ്മളെ ശ്രദ്ധിക്കുക കൂടെ ഇല്ല. അല്ല ഇപ്പൊ ഇൻസ്റ്റയിലല്ലേ അവരാരും അങ്ങനെ ഇപ്പം എങ്ങനെ പോയാലും അവരാരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം എൻ്റെ മോനൊക്കെ ഈ ഒരു ജനറേഷനാണ്. അവരൊക്കെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ഒന്ന് തന്നെയാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒന്ന് തന്നെയാണ്. പണ്ട് അങ്ങനെയൊന്നും അല്ല. നമ്മളൊക്കെ എന്താ പറയാ ഒരു ഭയങ്കര പേടിയാ. അല്ല എന്തായാലും ഇപ്പൊ ബെസ്റ്റ് എന്താന്നുള്ളത് സാറിന് കൃത്യമായിട്ട് നമുക്ക് പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. കറക്റ്റായിട്ട് കേൾക്കുക. ബഹത്ത് എന്നത് ഏത് രാജ്യത്തിന്റെ കറൻസിയാണ്? ബാറ്റ് എന്നാണ്. BAHT ആണ്. BAHT is the currency of which country? BAHT ആണ്. is the currency of which country? നമുക്ക് അടുത്തൊക്കെ കിടക്കുന്ന ഒരു കൺട്രി ആണത്. ഇന്ത്യയുമായിട്ട് ബംഗ്ലാദേശ് ശരി ഉത്തരമല്ല, തെറ്റുത്തരമാണ്. ഒരു ഓപ്ഷനും കൂടെ, ഒരു ചാൻസ് കൂടെ തരാം ഞാൻ. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പാകിസ്ഥാൻ തെറ്റുത്തരാണ്. ഇനി നമ്മൾ അവസരം കൊടുക്കുന്നില്ല. തായ്ലൻഡ് ആണ് കറക്റ്റ് ഉത്തരം. തായ്ലൻഡിന്റെ കറൻസിയാണ് BAHT എന്ന് പറയുന്ന ബാത്ത്. ഓക്കെ, സോ തായ്ലൻഡ് ആണ്. കിട്ടിയിട്ടില്ല. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ, അത് കറക്റ്റ് ആയിട്ട് പറയാ. ഇൻ വിച്ച് ഇയർ വാസ് ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ്? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വർഷം ഏതാണ്? ഇന്ദിരാഗാന്ധി ആരാണെന്ന് അറിയോ? ഇനി ഐഡിയ ആരായിരിക്കും ഇന്ദിരാഗാന്ധി? പറഞ്ഞേ. ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അടിപൊളി, അതറിയാം. ഇന്ദിരാഗാന്ധിയുടെ ഒരു ചെല്ലപ്പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു ഇതിൽ പറയും ഞങ്ങൾ ജസ്റ്റ് ലൈക്ക് അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കും. അതാണ് ഇന്ദിരാഗാന്ധി. ഉരുക്ക് വനിതയാണ് ഇന്ത്യയുടെ. സോ ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടതാണെന്നറിയില്ലേ? ഓക്കെ, കൊല ചെയ്യപ്പെട്ട വർഷം ഏതാണ്? നിങ്ങൾ എന്തായാലും ഉണ്ടായിട്ടില്ല ആ വർഷം. നിങ്ങൾ ഭൂമിയിലേ വന്നിട്ടില്ല. 1952. അടുത്ത് വന്നിട്ടുണ്ടവൻ. ഒരേ ഒരു ചാൻസ് ആയിരുന്നു. ഒരേ ഒരു ചാൻസ് ആയിരുന്നു. 80. അടുത്ത് വന്നു അവൻ. ഞാൻ അതൊരു വലിയ ക്ലൂ ആണ്. അടുത്ത് വന്നു നീ. 1954. ഏത് വേണം? ഞാൻ ഏതിൽ ഉറപ്പിക്കണം? 54. 50 ആണോ? ഏതാണ് നീ പറയണേ? എന്താണ്? എനിക്ക് മനസ്സിലായി. 1952, 54 ആണ് നീ പറഞ്ഞത്. അയ്യോ, ഇന്ദിരാഗാന്ധി അന്ന് ജനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പം സോ ഇവർ പറഞ്ഞ 2 ഉത്തരങ്ങളും തെറ്റാണ്. കറക്റ്റ് ആൻസർ സാറേ 1984 ആണ്. അതായത് ഒക്ടോബർ 31. കണ്ടോ? വേണ്ട ഇതൊക്കെ. അതാണ് ഒക്ടോബർ 31, 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ ആണെന്ന്.
ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ചോദിക്കുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആന്നൊക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഉരുക്കു വനിത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ദിവസമാണ്. ഓക്കെ, മറക്കരുതിനി. അപ്പം എന്തായാലും എത്ര ഉത്തരം ശരിയായി പറഞ്ഞു? 2 എണ്ണം ശരിയായി പറഞ്ഞു. അങ്ങനെ 4 പോയിന്റ്സ് അവർ നേടിയിരിക്കുകയാണ്. വിച്ച് മേക്സ് എ ടോട്ടൽ ഓഫ് 13 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് 4 പോയിന്റ്സ് ആണ് നേടുന്നത്. വിച്ച് മേക്സ് എ ഗ്രാൻഡ് ടോട്ടൽ ഓഫ് 13 പോയിന്റ്സ് ആണ് അവർക്ക് ഈ ഒരു മൊത്തം ഗെയിമിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നോക്കാം ഇവർ എത്രത്തോളം പോകുമില്ല എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇനി ഓ ടീമിലേക്ക് ഞാൻ വരികയാണ്. സാറേ മാക്സിമം നമുക്ക് ആൻസേഴ്സ് തന്നോണം. ഓക്കെ, റെഡി. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫേമസ് ഗെയിം വെയർ പ്ലേയേഴ്സ് ബിൽഡ് ആൻഡ് എക്സ്പ്ലോർ ഇൻ എ ബ്ലോക്കി 3D വേൾഡ്? കളിക്കാർക്ക് 3D ബ്ലോക്കുകൾ കൊണ്ട് നിർമ്മിക്കാനും പരിവേഷങ്ങൾ ചെയ്യാനും ഉപയോഗിക്കുന്ന പ്രശസ്തമായ കമ്പ്യൂട്ടർ ഗെയിം ഏതാണ്? കമ്പ്യൂട്ടർ ഗെയിമാണ്. 3D ബ്ലോക്കുകൾ കൊണ്ടാണ് അത് നിർമ്മിക്കാൻ പറ്റുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഒരു ക്രാഫ്റ്റ് റിലേറ്റഡ് ഒക്കെ വരുന്ന ഒരു പേര് പോലത്തെയാണ്. കമ്പ്യൂട്ടർ ഗെയിമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവർക്കെല്ലാം അറിയാം. പറയരുത് ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ. അതായത് കളിക്കാർക്ക് 3D ബ്ലോക്കുകൾ കൊണ്ടാണ് ഇത് നമുക്ക് ഗെയിമിങ് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര വേൾഡ് ഫേമസ് ഒരു ഗെയിമാണ്. മനസ്സിൽ തോന്നുന്നത് ക്യൂബിക് അല്ല, ഒന്നുമല്ല. ഇനി ഐഡിയ ചേച്ചിക്ക് എന്തെങ്കിലും പേര് മനസ്സിൽ വരുന്നുണ്ടോ? അതോ മണിയമ്പിള്ള രാജേട്ടൻ്റെ മോളിൽ നിൽക്കുകയാണോ, നിരഞ്ജിൽ നിൽക്കുകയാണോ? ഇനി അങ്കമാലിയുടെ ഒന്നുകൂടെ കാണുമല്ലോ. മണിയമ്പിള്ള രാജേട്ടൻ ഇല്ലേ? ഉണ്ടോ? എന്തായാലും ഇല്ല. മണിയമ്പിള്ള രാജേട്ടൻ മോനും അതിലില്ല. എന്തെങ്കിലും ഐഡിയ സാറിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സാറ് വീഡിയോ ഗെയിം, നിങ്ങൾ അതിലും വീഡിയോ ഗെയിം വല്ലതും കളിച്ചിട്ടുണ്ടോ? വീഡിയോ ഗെയിമേ കളിച്ചിട്ടില്ലാത്ത ഒരു തലമുറയാണിത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. മൈൻക്രാഫ്റ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവരെല്ലാവരും വീഡിയോ ഗെയിമിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പം അതുകൊണ്ട് പിന്നെ ഇവർക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്കത് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ആനിമേറ്റഡ് മൂവി ഫീച്ചേഴ്സ് ദ ക്യാരക്ടേഴ്സ് നെയിംഡ് എൽസ ആൻഡ് അന്ന? എൽസ, അന്ന എന്നീ കഥാപാത്രങ്ങൾ ഏത് ആനിമേഷൻ സിനിമയിലെയാണ്? എൽസ, അന്ന. ഇതൊരു മഞ്ഞൊക്കെ റിലേറ്റ് ചെയ്ത ഒരു പടമാണ്. ഇത് 2 ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓസ്കറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആണ്. പെൺകുട്ടികളുടെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. 2 സഹോദരിമാരുടെ കഥ പറഞ്ഞൊരു ചിത്രമാണ്. വെരി ലൈക്ക് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഐസ് വേൾഡ് പോലെയൊക്കെയുള്ള ഒരു സ്ഥലത്തെ ഏതെങ്കിലുമൊക്കെ ആനിമേഷൻ സിനിമകൾ ഇംഗ്ലീഷിലെ ചേച്ചിക്ക് മനസ്സിൽ വരുന്നൊന്ന് പറഞ്ഞു നോക്കിയേ. എൽസ, അന്ന എന്നാണ് ആ ചേച്ചിയുടെ അനിയത്തിയുടെ ക്യാരക്ടർ നെയിംസ്. ഭയങ്കര ഫേമസ് ആണ്. അതിൽ മഞ്ഞ് മനുഷ്യനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ചേച്ചിക്ക് അറിയാം, എന്തോ വന്നു ചേച്ചി പറഞ്ഞേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ. മഞ്ഞുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേരാണ്. കണ്ടതാണോ? ഓക്കെ, മോൻ വന്നപ്പോ കണ്ടതാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. മഞ്ഞാണ്, ടോട്ടൽ മഞ്ഞാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം അവിടെ ആയിരുന്നെങ്കിൽ വാങ്ങിച്ച് കൂട്ടിയേനെന്ന്. ഭയങ്കര ലോക ഫേമസ് ഒരു സീരീസ് ആണിത്. മാമിന് ഒരു പേര് കിട്ടിയിട്ടുണ്ട്. അവതാറാണ്. അവതാർ. പക്ഷെ എനിക്ക് ചേച്ചിയുടെ സ്പോർട്ടീവ് സ്പിരിറ്റ് ഇഷ്ടമായി. ചേച്ചി ഒന്നും അറിയില്ല. ചേച്ചിക്ക് മണിയമ്പിള്ള രാജേട്ടൻ്റെ മകനാന്ന് വരെ ചേച്ചി. അവതാർ തെറ്റുത്തരാണ്. അവതാർ അല്ല, തെറ്റുത്തരമാണ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അറിയോ ഏതാണ്? ഫ്രോസൺ ആണ് ശരി ഉത്തരം. കണ്ടിട്ടുണ്ടോ ചേച്ചി? ഫ്രോസൺ കണ്ടിട്ടുണ്ട്. ഫ്രോസൺ കണ്ടതാ. പക്ഷെ ഈ അവതാറിലും ഇതുപോലെ കുറെ ഇതൊക്കെ ഉള്ളതുകൊണ്ട്, ഫാന്റസി ഉള്ളതുകൊണ്ട് അവതാറിലോട്ട് അങ്ങ് പോയി. അവതാറിൽ അങ്ങ് മനസ്സ്. സാർ കണ്ടിട്ടുണ്ടോ അവതാറോ ഫ്രോസൺ? ഒന്നും സാർ ഒന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഫ്രോസൺ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇന്ത്യാസ് മിഷൻ ടു സ്റ്റഡി ദ സൺ ലോഞ്ച് ഇൻ 2023? സൂര്യനെ പഠിക്കാനുള്ള 2023 ആരംഭിച്ച ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്താണ്? ആദിത്യ L1. സൂപ്പർ, കറക്റ്റ് ആൻസർ. ആദിത്യ L1. ചേച്ചി എനിക്ക് വളരെയധികം പത്രം വായിക്കുമെന്ന് തോന്നുന്നു അല്ലേ?
ഇരുന്ന പത്രം വായിക്കാറുണ്ട്, ന്യൂസ് കാണാറുണ്ട്. അങ്ങനെ ഇപ്പൊ കുറച്ച് സമയം അങ്ങനെ കിട്ടാറുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഈ കമ്പ്യൂട്ടർ ഗെയിം, സിനിമാസ് ഇതൊക്കെ പറയുമ്പോഴാണ് ഇവർ പതറിപ്പോകുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം 3 പേർക്കും ജനറൽ നോളജ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഇവരിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, ഫോൺ റിലേറ്റഡ്, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ കൃത്യമായിട്ട് പറയുകയും ഈ ചെയ്യും. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും കുറച്ച് കണ്ണ് സ്ട്രെയിൻ വരും എന്ന് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. എൻ്റെ മോൻ വരുമ്പോഴൊക്കെ അവൻ കളിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിപ്പിക്കും. കാരണം കൂടുതൽ കണ്ണ് സ്ട്രെയിൻ എടുക്കണ്ടെന്ന് വെച്ചു. അടുത്ത 2 ചോദ്യം കൂടെ ഉള്ളൂ, നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. വിച്ച് പോപ്പുലർ ഇന്ത്യൻ വെബ് സീരീസ് ഇസ് സെറ്റ് ഇൻ ദി അണ്ടർവേൾഡ് ഓഫ് മിർസാപൂർ? ഏത് ജനപ്രിയ ഇന്ത്യൻ വെബ് സീരീസ് ആണ് മിർസാപൂരിലെ അധോലോകത്തെ പശ്ചാത്തലമാക്കിയിരിക്കുന്നത്? Which popular Indian web series is set in the underworld of Mirzapur? കേട്ടിട്ടുണ്ടോ? ചോദ്യത്തിൽ തന്നെ ഉത്തരവും ഉണ്ട്. മിർസാപൂരിലെ അധോലോകവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വെബ് സീരീസ്. പുതിയ പേരിട്ടുണ്ട്, മിർസാപൂർ അണ്ടർവേൾഡ്. മിർസാപൂർ അണ്ടർവേൾഡ്. പക്ഷെ അതിൽ കൊടുക്കണോ വേണ്ടയോ എന്ന് എനിക്ക് അറിയില്ല. വേണ്ട, പക്ഷെ തെറ്റുത്തരാണ്. മിർസാപൂർ അണ്ടർവേൾഡ് തെറ്റുത്തരാണ്. കറക്റ്റ് ആൻസർ ഇത്രയേ ഉള്ളൂ, മിർസാപൂർ. ഇവിടെ അണ്ടർവേൾഡും കൂടെ കിടക്കട്ടെ, എന്തായാലും അതോ ലോകമാണല്ലോ പറഞ്ഞു. മിർസാപൂർ ഞങ്ങൾ മൈക്ക് പറഞ്ഞാലും ഞങ്ങളുടെ ഡയറക്ടർ സാർ അത് ഏറ്റെടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ മിർസാപൂറാണ്. മിർസാപൂർ എന്ന് മാത്രമാണ് അത്. മിർസാപൂർ അതോ ലോകത്തെ ആസ്പദമാക്കിയുള്ളത്. എനിക്ക് തോന്നുന്നു 3 പേർക്ക് മൈക്ക് വലിയ താല്പര്യമില്ല. സാറിനാണ് ഉള്ളതിൽ മൈക്ക് ഒരു ഓക്കെ. ചേച്ചിമാർക്ക് വലിയ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഓക്കെ, എന്നാലും ഇനി ഒന്നും കൂടെ ഉള്ളൂ. ഇത് പറഞ്ഞാൽ ഞാൻ ശരിക്കും എന്തെങ്കിലും തരൂ കേട്ടോ. വേറൊന്നും അല്ല. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ജെൻ സി സ്ലാങ് സസ്? ജെൻസി കുട്ടികൾ, അതായത് ജെൻസി എന്ന് പറയുന്നത് ഇവരാണ്. ഈ 2010 കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളെയാണ് സാർ ജെൻസി എന്ന് പറയുന്നത്. ജെൻസി കുട്ടികൾ സസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജെൻസി കുട്ടികൾ ഉപയോഗിക്കുന്ന സസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സസ് അവർ ഈ ടെക്സ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇറ്റ്സ് ലിറ്റിൽ സസ് എന്നായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. പറഞ്ഞോ, ഇത്രയും ഇതൊന്നും പറയണ്ട, ഇത്ര എന്നാത്തിനാ ഇത് പറയുന്നത്? ഐ ആം നോട്ട് ഷുവർ. റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നതിന് പറയുന്നത് വേറെ ലെവലിലെത്തി. ജെൻസി കുട്ടികളെ പറ്റിയുള്ള ധാരണ, റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് സസ് എന്ന്. ഒന്നുകൂടെ പറയാം, ഒരു ഇൻസെക്യൂരിറ്റി റിലേറ്റഡ് ഒരു കാര്യമാണ്. ലിറ്റിൽ സസ് എന്നൊക്കെയാണ് അവർ ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? കണ്ട, അവർക്കറിയാത്. സസ് ആണ്, SUS. ലിറ്റിൽ ഇൻസെക്യൂരിറ്റി, റിലേറ്റഡ് വിത്ത് ഇൻസെക്യൂർ ആണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. ലിവിങ് ടുഗദർ. പോരട്ടെ ചേച്ചി, തോന്നൊക്കെ മൈക്കി പറഞ്ഞോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ലിവിങ് ടുഗദർ അല്ല, സസ്റ്റൈനർ ഡെവലപ്മെന്റ് സിസ്റ്റം അല്ലേ? സക്സസ് എന്താണ് സസ്റ്റൈനർ? അത്രയൊന്നും ജെൻസി ചിന്തിച്ച് കൂട്ടത്തില്ലേ ജി? ഞങ്ങൾ അവിടെ ഒന്നും എത്തിയിട്ടില്ല. ഞങ്ങളുടെ കുട്ടികൾ കുറച്ചൊരു സസ്റ്റൈനർ എന്തെങ്കിലും ഒരു വാക്കിന്റെ ഒരു ചെറിയൊരു ഇത് കിടക്കുന്നോന്ന് നോക്കിയേ. SUS സക്സസ്. ചേച്ചി സക്സസിൽ തന്നെ നിൽക്കുക. ഇൻസെക്യൂരിറ്റിയാണ്. ഓക്കെ ചേച്ചി, ഒരു ഉത്തരം കൂടെ പറയാനൊരു ഞാൻ ചേച്ചിക്ക്, കാരണം ചേച്ചി ഇവിടെ ലിവിങ് ടുഗദർ സസ്റ്റൈനബിൾ വരെ എത്തി. ചേച്ചി ഒന്നുകൂടെ നോക്കിയേ, കിട്ടും ചേച്ചിക്ക്. ഒന്നുകൂടെ ഒരു ചാൻസ് കൂടെ തരാം. SUS കുറച്ച് ഈ പറഞ്ഞാലും നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരർത്ഥമാണ്. അതിൻ്റെ ആദ്യത്തെ 3 അക്ഷരങ്ങളാണ്. പോരട്ടെ, സ്യൂട്ടബിൾ ഇനി നടക്കുന്നില്ല, തെറ്റുത്തരാണ്. സക്സസ് ഇല്ല, തെറ്റുത്തരാണ്. ഇനി കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്കാം. സസ്പീഷ്യസിനെയാണ് സാർ ഇവർ ഈ ഇറ്റ്സ് ലുക്കിംഗ് ലിറ്റിൽ സസ് എന്ന് പറയുന്ന സസ്പീഷ്യസ് ആണ്. അവർ പൂർണ്ണമായിട്ട് എഴുതില്ലല്ലോ സാറേ, സമയമില്ലാത്തതുകൊണ്ട് അവർ ഇത്ര ASAP എന്നൊക്കെ എഴുതുന്ന പോലെ സസ് എന്ന് എഴുതുള്ളൂ ഇവർ.
ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ഒന്നും ചെയ്യാറില്ല. ഇറ്റ് ഈസ് ടോട്ടലി സസ്പീഷ്യസ്. ദ ഗായ് ഈസ് ലുക്കിംഗ് ടോട്ടലി സസ്പീഷ്യസ്. ഇങ്ങനെ മൊത്തം എഴുതിയിട്ട് ഞങ്ങൾ പോകാറുള്ളൂ. അതുകൊണ്ട് ഇച്ചിരിയിൽ എഴുതാറുള്ളൂ. അത് അവരുടെ ഷോർട്ട് ടെർമിനോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിലെല്ലാം അറിയായിരുന്നല്ലോ. തകഴി ശിവശങ്കര പിള്ളേനെ അറിയില്ല നമ്മൾ, അത്രയേ ഉള്ളൂ. പക്ഷേ സസ്സൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു റൗണ്ട് കൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ O ടീം നേടുന്നത് 18 പോയിന്റാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയികളായി മാറിയിരിക്കുന്നു ടീം O. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബീറ്റ് ചെയ്ത് ഇത്തവണ അവർ കയറിയിരിക്കുകയാണ്. എനിക്കൊന്ന് ആദ്യത്തെ റൗണ്ടിൽ തന്നെ വ്യക്തമായ ഒരു ലീഡ് നില അവർക്ക് നിലനിർത്താൻ സാധിച്ചു. അതുകൊണ്ട് മിക്കവാറും എല്ലാ O ടീമും ഞാൻ കാണുന്ന അടി പതറുന്നത് 3rd റൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ അവർക്കും ഇച്ചിരി ഒന്ന് വീണു, എന്നാലും കുഴപ്പമില്ല. വൈറ്റ് ടീമിന് ലഭിക്കുന്ന സ്കോർ 13 പോയിന്റ്സ്. സോ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റ്സ് കൂടി ഞങ്ങൾ നൽകാൻ പോകണം. ആദ്യം ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ടീം വൈനെയാണ്. പ്ലീസ്. ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് സച്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. ആദ്യം തന്നെ ഒരു ക്യാഷ് പ്രൈസ് കൂടിയുണ്ട്. ക്യാഷ് പ്രൈസ് ആണ്. കൂടാതെ ഇവർക്ക് മെമെന്റോസ് കൂടി ഞങ്ങൾ നൽകാൻ പോവാണ്. ആണ് നല്ലൊരു കാര്യം. സോ ഇനി ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിജയികളായ ടീം ഓയ്ക്കാണ് ഞങ്ങൾ ഇവിടെ ഇതാ ഗിഫ്റ്റ്സ് നൽകാൻ പോകുന്നത്. പ്ലീസ് ടീം O സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ ഇവർക്ക് ഞാൻ നൽകാൻ പോകുന്ന സച്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. ഒപ്പം തന്നെ ദ ഗോർമേ ഹൗസ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. കൂടാതെ 3000 റുപ്പീസിന്റെ ഒരു ക്യാഷ് പ്രൈസ് കൂടി ഇവർക്കായിട്ട് ഞങ്ങൾ നൽകുകയാണ്. കൂടാതെ ഞങ്ങളുടെ മെമെന്റോസ് കൂടി ഞങ്ങൾ നൽകാൻ പോവാണ്. എന്താണേലും ഇവരാണ് ഇന്ന് വിജയികളായിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ഡാൻസോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് കമാ, നമുക്ക് ആവേശത്തിലെ ഇലുമിനാറ്റി തന്നെ ആയാലോ? ഓക്കെ, റെഡി? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് Mansala Sogo. Hey, my golden sparrow. Bama Bama come and sing. Queen Teddy Bandang King. Daila Daila Pipi Dum. Mala Mati Pod Ring. Golden sparrow என் நெஞ்சில arrow நீ இல்லாத life ரொம்ப sorrow mask of sorrow நம்ம பையன் தான். ഓക്കേ, അപ്പോൾ ദേ കണ്ടില്ലേ, തലമുറകളുടെ ഈ ഒരു കഥയുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. Till the next time we meet, this is Aarti Media 360 presenting YSO Kerala winding up. நெத்திலி நெத்திலி மீன் ஒரு கெத்துல சுத்துன நீனு நிக்குது லைன் நீ மினுக்குற மூணு கோல்டன் ஸ்பாரோ என் நெஞ்சில arrow நீ இல்லாத life ரொம்ப sorrow. Gift sponsored by Chichi, The Gourmet House,